എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആറ്റിങ്ങൽ ബൈപ്പാസിലെ ആഴംകോണം മുതൽ MLA പാലം വരെയുള്ളതാണ്. ആഴംകോണത്ത് നിർമ്മിക്കുന്നത് ഒരു ഓവർപാസാണ്. ഇത് നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡൈവേർഷൻ റോഡുകളും ചെയ്തിട്ടുണ്ട്. ഓവർപാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴ്ഭാഗത്തു കൂടി മെയിൻ ഹൈവേയും മുകൾ ഭാഗത്തു കൂടി സർവീസ് റോഡുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ആഴംകോണത്ത് നിന്നും മണമ്പൂർ ഭാഗത്തേക്ക് പോകാവുന്നതാണ്. ഇവിടെ സർവീസ് റോഡുകൾ മുകളിലായിരിക്കും. ആറ്റിങ്ങൽ ടൗണിൽ നിന്ന് വരുന്നവർ കല്ലമ്പലം ഭാഗത്തേക്ക് പോകണമെങ്കിൽ ആഴംകോണത്ത് വന്ന് ഓവർപാസിന് മുകളിലൂടെ സർവീസ് റോഡിലേക്ക് പ്രവേശിച്ചാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ പടിഞ്ഞാറ് സൈഡിലെ സർവീസ് റോഡ് കഴിഞ്ഞ മഴക്കാലത്ത് കംപ്ലീറ്റായി ഇടിഞ്ഞു പോവുകയും യാത്രായോഗ്യമല്ലാതായി മാറുകയും ചെയ്തിരുന്നു. ഇടിഞ്ഞുപോയ മണ്ണ് പൂർണ്ണമായും മാറ്റി കോൺക്രീറ്റ് ഭിത്തി നിർമ്മിച്ച് അതിന് മുകളിൽ സർവീസ് റോഡ് നിർമ്മിക്കാനാണ് പോകുന്നത്. അവിടെ നിന്നും അല്പം മുന്നിലേക്ക് പോകുമ്പോൾ കൾവട്ടിൻ്റെ വർക്ക് നടക്കുന്നതായി കാണാം. അതിനുവേണ്ടി ബോക്സ് കൾവട്ടുകൾ ക്രെയിൻ്റെ സഹായത്തോടു കൂടി ഒന്നൊന്നായി അടുക്കി വയ്ക്കുന്നതും നമുക്ക് ഇതിൽ കാണാവുന്നതാണ്. ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തെ സർവീസ് റോഡ് അല്പം ഉയർന്നാണ് പോകുന്നത്. എന്നാൽ മെയിൻ റോഡും കിഴക്ക് ഭാഗത്തെ സർവീസ് റോഡും ഒരേ നിരപ്പിൽ തന്നെയാണ് പോകുന്നത്. പടിഞ്ഞാറ് സൈഡിലെ സർവീസ് റോഡിൻ്റെ ഭിത്തികളിൽ സോയിൽ നെയിലിംഗ് ചെയ്തതായി കാണാം. ഇത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്ത വർക്കാണ്.
ആഴംകോണം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ എത്തുമ്പോൾ തന്നെ ആദ്യത്തെ അണ്ടർപാസ് കാണാവുന്നതാണ്. തൊരിയൂട്ട് മാടന്നട ഭാഗത്താണ് ഈ ഒരു അണ്ടർപാസ് നിർമ്മിക്കുന്നത്. ഇത് കല്ലമ്പലം, കരവാരം, തോട്ടക്കാട് ഭാഗങ്ങളിൽ നിന്നും മണമ്പൂരിലേക്കുള്ള റോഡിലേക്ക് ബന്ധിപ്പിക്കുന്നതിനാണ് ഈ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ അണ്ടർപാസിലേക്ക് പോകുമ്പോൾ കുറച്ച് ഭാഗത്ത് ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്നാൽ അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ ഇനി കുറച്ചുകൂടി വർക്ക് പെൻഡിങ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ അണ്ടർപാസ് പാസ് ചെയ്ത് മറു സൈഡിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ അണ്ടർപാസിനോട് ചേർന്നുള്ള സർവീസ് റോഡ് വഴിയാണ് പോകുന്നത്. സർവീസ് റോഡിലെ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അണ്ടർപാസിനോട് ചേർന്നുള്ള അപ്രോച്ച് റോഡുകളിൽ 6 വാൾ ബ്ലോക്കുകൾക്ക് പകരം കംപ്ലീറ്റായി കോൺക്രീറ്റ് വാൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസ് കൂടുതലും കടന്നു പോകുന്നത് വയലുകളിലും ചതുപ്പ് പ്രദേശങ്ങളിലൂടെയൊക്കെയാണ്. ഇവിടെ കുറച്ച് ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. കൂടാതെ സർവീസ് റോഡുകളുടെയും മെയിൻ റോഡുകളുടെയും വർക്ക് പൂർത്തിയായിട്ടുണ്ട്.
ആദ്യത്തെ അണ്ടർപാസ് കഴിഞ്ഞ് ഏകദേശം 1 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ അടുത്ത അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം. ചാത്തൻപാറയിൽ നിന്നും മണമ്പൂരിലേക്കും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കുമൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിരിക്കുന്നത്. അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ കുറച്ചുകൂടി വർക്ക് ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതുവഴി യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. ആദ്യത്തെ അണ്ടർപാസിന് സമാനമായിട്ട് രണ്ടാമത്തെ അണ്ടർപാസിലും ആറി വാൾ ബ്ലോക്കിന് പകരം കോൺക്രീറ്റ് ഭിത്തികൾ തന്നെയാണ് ഇവിടെയും നിർമ്മിക്കുന്നത്. ആദ്യത്തെയും രണ്ടാമത്തെയും അണ്ടർപാസുകൾ സാമാന്യം വലിപ്പത്തിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ അണ്ടർപാസിനോട് ചേർന്നുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. കൂടാതെ മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കും നടക്കുന്നുണ്ട്. രണ്ടാമത്തെ അണ്ടർപാസ് കഴിഞ്ഞ് 1/2 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ മൂന്നാമതായി MLA പാലത്തിൽ നിർമ്മിക്കുന്ന അണ്ടർപാസ് കാണാവുന്നതാണ്. അല്പം വലിപ്പമുള്ള അണ്ടർപാസാണ് ഇവിടെ നിർമ്മിക്കുന്നത്. ഇതിനോട് ചേർന്ന് 6 വാൾ ബ്ലോക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സൈഡിലെ പ്രവർത്തനങ്ങൾ നേരത്തെ കഴിഞ്ഞതാണ്. മറ്റ് സൈഡിലുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. തൊട്ടിക്കൽ മണമ്പൂർ റോഡാണ് ഈ അണ്ടർപാസിനടിയിലൂടെ പാസ് ചെയ്യുന്നത്. ആലങ്കോട് റോഡിലുള്ള തൊട്ടിക്കല്ലിൽ നിന്ന് മണമ്പൂരിലേക്ക് പോകാൻ ഈ അണ്ടർപാസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതുവഴി ബസ് സർവീസ് ഉള്ളതാണ്. ആഴംകോണത്ത് നിന്നും MLA പാലം വരെ 3 കിലോമീറ്ററിൽ 3 അണ്ടർപാസുകളുടെ വർക്കുകൾ നിങ്ങൾ കണ്ടു. ഇവിടെ നിന്നും പാലംകോണം വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലം എന്നിവയുടെ ഡീറ്റെയിലുകൾ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.